ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നാളെ നൊയമ്പ് തുടങ്ങുകയാണ്. അതായത് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ദിവസം തൊട്ട് നൊയമ്പാണ് കേട്ടോ. അപ്പോൾ പതിവുംപടി രാവിലെ എണീറ്റു. അപ്പോൾ ഇത് രാവിലെ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തത് നൂലപ്പം ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എല്ലാവരും എണീക്കാൻ നല്ലോണം ലേറ്റായി. അപ്പോൾ വിചാരിച്ചു 12 മണിയാകുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച്. അപ്പോൾ ലഞ്ച് ഇന്നത്തെ ദിവസം മൊത്തം പുറത്തുനിന്നാവാമെന്ന് വിചാരിച്ചു. കാരണം സൺഡേ ആണ്, ഞാൻ പറയാറില്ലേ, സൺഡേ ഒരു ദിവസം ഫുള്ള് നമ്മളെപ്പോഴും പുറത്താണ് പോവുക. ബന്ധുക്കളുടെ വീട്ടിലേക്കായാലും അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും. അങ്ങനെ ഒരു ശീലം എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലമാണ് ഞായറാഴ്ച ആയാൽ എവിടേക്കെങ്കിലും പോകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊക്കെ കിടന്നത്. അപ്പോൾ എല്ലാവരും എണീക്കാനായിട്ട് കുറേ ലേറ്റായി. പള്ളിയിലൊക്കെ ഉച്ച തിരിഞ്ഞ് പോവാം എന്നുള്ള രീതിയിൽ എല്ലാവരും എണീക്കാനായിട്ട് ലേറ്റായിട്ടോ. നമ്മൾ പറഞ്ഞില്ലേ കിടക്കുമ്പോൾ കുറേ ലേറ്റാവുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ വന്ന് നോക്കിയപ്പോൾ അപ്പാപ്പനെയും മക്കളെയും കാണാനില്ല. നോക്കിയപ്പോൾ അവർ പൂട്ടിയിട്ട് കാറിലിരുന്ന് കളിക്കണം. അപ്പോൾ അപ്പാപ്പൻ നോക്കിയപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. രണ്ടാളെയും കാറിൽ ഇട്ടിട്ട് അപ്പാപ്പനും കൂടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ. കാരണം ഭയങ്കര ഓട്ടാണ്. രണ്ടാളും പാച്ചു നിർത്താണ്ടുള്ള ഓട്ടാണ്. തോമു അതെ. രണ്ടാളും കൂടുമ്പോൾ തോമു ഒരു ഓടണ ഓട്ടത്തിൽ ചിലപ്പോൾ ഒരു തട്ടുമ്പോൾ പാച്ചു വീഴും. അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അവർ കുട്ടികളല്ലേ കളിക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും ഒരാൾ ഇടയിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാച്ചുവിനെ പണ്ടൊക്കെ നമ്മൾ പാച്ചുവിനെ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് അയ്യോ വെയിലത്ത് കൊണ്ടുപോയില്ല, മഴയത്ത് കൊണ്ടുപോയില്ല, കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ പേടി, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും അവനെ ഒരു നോർമൽ ബേബി ആയിട്ടാണ് ഞങ്ങളെല്ലാവരും അവനെ കാണുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അപ്പാപ്പനോട് പറയും, അപ്പാപ്പൻ അങ്ങനെ അവനെ പ്രത്യേകിച്ച് ഒരു ഇതിൽ കാണണ്ട, അവനും അങ്ങനെ ഓടട്ടെ, അവനും ഓടിക്കളിക്കുകയും തല്ലൂടെയും വീഴുകയും എണീക്കുകയും ഒക്കെ ചെയ്യട്ടെ, നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ മതി എന്ന് പറയും. പക്ഷെ അപ്പാപ്പൻ്റെ നെഞ്ചിപ്പോൾ ഇടയ്ക്കൂട്ടോ. അവനെന്തെങ്കിലും ഒന്ന് അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ മേത്തുനിന്ന് കണ്ണെടുക്കില്ല. എപ്പോൾ നോക്കുമ്പോഴും പാച്ചു 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 എന്നിങ്ങനെ വിളിച്ച് ഒച്ച കേൾക്കാം. അപ്പം ഞാൻ അവന് വഴക്ക് പറയും, അവൻ്റെ ഇഷ്ടത്തിന് വിട്, അവൻ ഓടെ ചാടെ വീഴ് എണീക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമില്ല, ഫുൾ ടൈം അവിടെ ഇവിടെയും തട്ടി വീണും മുഴയും തലമുഴയ്ക്കും. എന്നാലും അവനെങ്ങനെയാണ് ഇപ്പോൾ ഈ പോണ പോക്ക് തോമ അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് അറിയാണ്ട് കൈ തട്ടിയതാ, അവൻ താഴേക്ക് വീണു. അപ്പോൾ താഴെ വീണ് കഴിഞ്ഞാലും വലിയ കരച്ചിലൊന്നുമില്ല കേട്ടോ, ഒന്ന് വെറുതെ കാണിക്കും. അപ്പോൾ അപ്പാപ്പൻ വന്നൊന്ന് കൈ കാണിച്ച് അപ്പാപ്പൻ്റെ മേത്തൊന്ന് കയറിയിരിക്കും. അതോടുകൂടി അവൻ്റെ കരച്ചിലും പിണക്കമൊക്കെ മാറിയിട്ടോ. പെട്ടെന്ന് അവൻ്റെ വാശിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വാശി അങ്ങനെ ഇല്ല, പെട്ടെന്ന് തീരും. പിന്നെ ചില സമയത്ത് കരയുക ഫോണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ഫോൺ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ചില സമയത്ത് ഫോണിന് വേണ്ടിയിട്ട് വാശി പിടിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാച്ചു തോമുവിന് വെള്ളം കൊടുത്ത് പോകുന്നതോട് കൂടിയിട്ട് പാച്ചു പറഞ്ഞാൽ അവനും വെള്ളം വേണം. അപ്പോൾ അതായത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നിൽക്കും. അപ്പോൾ രണ്ടുപേർക്ക് ഒരേപോലെ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. അപ്പോൾ രണ്ടാളും അതെ കേട്ടോ, ഐസ് വാട്ടറാണ്. മുമ്പ് ഇങ്ങനെ പാച്ചുവിന് അതൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ അവനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൊടുത്തു തുടങ്ങി. അങ്ങനെ കിച്ചൺ അനങ്ങാണ്ട് കെടുക്കുകയാണ്. ഒരു കുട്ടികളുടെ കുപ്പി തിളപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ രാവിലെ നൂലപ്പമായിരുന്നു ശരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ ഡാഡി നൂലപ്പം കഴിച്ചു, 2 നൂലപ്പം മാത്രം. ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കാപ്പിയും എന്ന് പറഞ്ഞാൽ പാലായിരുന്നു കേട്ടോ. അതും ബിസ്ക്കറ്റും റസ്ക് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അവസാനിപ്പിച്ചു. കാരണം അത് കഴിച്ച് വരുമ്പോഴേക്കും മണി 12 അപ്പോൾ 12 മണിക്ക് ഞങ്ങൾ ചെന്നിട്ട് ഓർഡർ ചെയ്യണേക്കാൾ നല്ലത് ഓർഡർ ചെയ്ത് ഏകദേശം ഓക്കെ ആയിന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ പോയത്. കാരണം കുട്ടികളെയും കൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് ഒട്ടും പറ്റില്ല. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളൊക്കെ പാർസൽ ചെയ്ത് കൊണ്ടുവരിക ചെയ്ത്. അപ്പോൾ ഇന്ന് എന്തായാലും ഫുൾ ഡേ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒക്കെ ഓർഡർ ചെയ്യുക ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോണതിൻ്റെ മുമ്പ് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് വല്ലപ്പോഴല്ലേ ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരു അവസരം കിട്ടുള്ളൂ. അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഫോട്ടോസ് ഞാൻ മിക്കവാറും ഡിവൈൻ ആയിരിക്കും ചാനലിലിടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടത് നമ്മളുടെ ബർത്ത്ഡേക്ക് ഷാഡോസിൽ നിന്ന് എനിക്ക് തന്ന ചുരിദാറാണ് കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു അത് ഇടാനായിട്ട്. സംഭവം എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഫിറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ തടി വെച്ചതും ആയിരിക്കാം, പറയാൻ പറ്റില്ല. എൻ്റെ വയറി പറഞ്ഞ പോലെ
ചെറുതായും വലുതായി ഇരിക്കുന്ന കാരണം ഡ്രസ്സുകൾക്ക് ഒരു കൃത്യമായ ഒരു അളവ് എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ദേ നമ്മളുടെ പെനീർ അവിടെയുള്ള ഇവിടേക്കാണ് പോയത്. ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഡിവൈൻ്റെ ചാനലിൽ കാണാം കേട്ടോ. ഡിവൈൻ മടിയായിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, ഇന്ന് എന്ത് തന്നെയായാലും വീഡിയോ എടുത്ത് ഇടാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് എന്തായാലും നാളെയോ മറ്റന്നാളായിട്ട് ഡിവൈൻ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ ചാവക്കാട്ടൊക്കെയാണ് പോകേണ്ടത്. ചാവക്കാട് എന്ന് പറയുമ്പോൾ ഒരു ഫാം ഹൗസാണ്. ഫാം ഹൗസ് എന്നല്ല അതിൻ്റെ ശരിക്കുള്ള പേരിപ്പോൾ ഇതിൽ കാണാം, നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടേക്കാണ് പോയത് കേട്ടോ. അവിടെ പോയി എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഒരു മാസമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് തുടങ്ങിയിട്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് തുടങ്ങിയത് ഫസ്റ്റ്. അപ്പോൾ 2 പിള്ളേർ കൂടിയിട്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ അവിടെ ചോദിച്ചറിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത്. അത് എന്തെന്നാ പറയുക, ഓപ്പണായിട്ട് കിടക്കുകയല്ല, അതും അല്ലാണ്ട് കൂടിൻ്റെ ഉള്ളിലിട്ട് അടച്ച പോലത്തെ ഒരു പാറ്റേൺ അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ. അപ്പോൾ അതിൽ ഞാൻ കിളീനെ കൈ പിടിച്ചതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല രസമുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടിക്കറ്റ് ഫെയറും വളരെ കുറവാണ്. ഒരാൾക്ക് എൻട്രി 100 രൂപയുള്ളൂ. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 രൂപ. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു 100 രൂപ എന്ന് പറയുന്നത് അധികമല്ല. കാരണം അത്രയും നമുക്ക് എൻജോയ് ചെയ്യാം. ഭയങ്കര ക്ലീനാണ്. പിന്നെ ഓരോന്നിനെയും നമുക്ക് കാണാം. കയറുമ്പോൾ തൊട്ട് അവിടെ ഒരാൾ നിറച്ച് ക്യാരറ്റ് പീസുകളാക്കി വെച്ചിട്ടുണ്ട്, നമ്മളുടെ കയ്യിൽ തരും. നമുക്കത് അവർക്ക് കൊടുക്കാം, ഫോട്ടോസ് എടുക്കാം, കൂടെ നിൽക്കാം, ഒക്കെ ചെയ്യാം. നല്ലൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞങ്ങൾ എങ്ങനെയാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു അന്തരീക്ഷം കേട്ടോ. ആർക്കും ഒരു എന്താ പറയുക, ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇത് അവിടുത്തെ ഒരു ആടാണ്. ഇതിനെങ്ങനെ തുറന്നിട്ടൊക്കെയാണ്, അതിങ്ങനെ ഓടി നടക്കുക. ഇലകൾ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇല കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കയറുമ്പോൾ നമ്മുടെ കഴുതയുണ്ട്, പിന്നെ കുതിരയുണ്ട്. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ അവിടുത്തെ അന്തരീക്ഷം, ചെടികളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ്. അടുക്കും ചിട്ടയും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ കിളികളുണ്ടായിരുന്നു. കിളികളുടെ കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം ശരിക്കും. കയറി കഴിഞ്ഞിട്ട് അവരെ നമ്മുടെ കയ്യിൽ അവർ തന്നെ തീറ്റ തരുമ്പോൾ നമ്മൾ കയ്യിൽ വയ്ക്കുമ്പോൾ അവർ കയ്യിൽ വന്നിരുന്ന് കഴിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ ഓന്തെന്ന് പറഞ്ഞാൽ ഓന്തെന്ന് ഞാൻ സാധാരണ ഭാഷയിൽ പറയുന്നതാട്ടോ, അങ്ങനെയൊന്നും അല്ല. അതുണ്ടായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡാഡി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈനും പിടിച്ചു തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഒരു സ്ഥലം. അവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ പാവറട്ടി പള്ളിയിലേക്കാണ് പോയത്. അപ്പോൾ പാവറട്ടി പള്ളിയിൽ 5:30 കുർബാന നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ ഡിവൈന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡിവൈൻ ആദ്യമായിട്ടാണ് പാവറട്ടി പള്ളിയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ കാരണം കല്യാണം കഴിഞ്ഞ സമയത്ത് കൊറോണ ആയ കാരണം പറ്റിയില്ല. പിന്നെ തോമുവിനെ കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ചാക്കോച്ചനെയും തോമുവിനെയും ഒരുമിച്ച് കൊണ്ടുവരാം. പക്ഷേ വിചാരിച്ച പോലെ പള്ളിയിലുള്ളിൽ കിടത്താനോ വഴിപാട് തീർക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം കുർബാന നടക്കുന്ന സമയമാണ്. അപ്പോൾ കുർബാനയുടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോയി. മേഴ്സിയാൻറ്റിയുടെ അവിടേക്ക് പോയതാണ്. മേഴ്സിയാൻറ്റി യുൾഫിയാൻറ്റി ഉള്ള അവിടേക്ക് പോയതാണ് ഞങ്ങൾ. പക്ഷേ മേഴ്സിയാൻറ്റിയുടെ വാതിലൊക്കെ ലോക്കിട്ട് പൂട്ടി കിടക്കാം. ഭയങ്കര സങ്കടമായി. ഡിമ്പിൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു മേഴ്സിയാൻറ്റിനെ കണ്ടിട്ട്. അപ്പോൾ കാണാൻ പറ്റിയില്ല. അവിടെ നിന്ന് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്ന് ടീ കടയിൽ നിന്ന് ചായയും സ്നാക്സൊക്കെ കൂടെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ ഹനുമാൻ്റെ അവിടെ പൂങ്കുന്നം സെൻറ്ററിൽ നിന്ന് മറ്റേ ശോഭയിലേക്ക് പോകുമ്പോൾ റൈറ്റിലേക്ക് നോക്കിയാൽ പൂങ്കുന്നം സെൻറ്ററിൽ നിന്ന് റൈറ്റിൽ നോക്കുമ്പോൾ കാണാം ഈ ഹനുമാൻ്റെ ഈ ഇത് കേട്ടോ. ഒറ്റ കല്ലിൽ തീർത്തതാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ഈ ഇത് വെച്ചിട്ട് ലൈറ്റ് അടിക്കുന്നതാണ്. പല കളറിലാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാം. അപ്പോൾ ഡോൺ പല പ്രാവശ്യമായി പറയുന്നു ഇവരൊക്കെ കുറേ പോയി കണ്ടു. പക്ഷേ എന്നെയും കൊണ്ട് എപ്പോൾ പോകുമ്പോഴും അവിടെ ഇങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അക്കിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അക്കിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജെന്നി. 48-49 വർഷം പഴക്കമുള്ളൊരു ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര അഭിമാനമാണ് ആ ഫ്രണ്ട്ഷിപ്പിൽ കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത്രയും സ്കൂളിൽ നിന്ന് ഉള്ള ഒരു ബന്ധം, ഇത്രയും വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം, അതും ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവരല്ല. എനിക്ക് അത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അസൂയാണ് കേട്ടോ തോന്നാറ്. ഇവർ 3 പേരുണ്ട്. അവർ 3 പേര്. പിന്നെ ഇപ്പം അതല്ല, അത് കൂടാണ്ട്
എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാം ഇവരെയാണ്, ജെന്നി, ഷൈജ, ഡാളി എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേര്. പിന്നെയും കുറേ പേരുണ്ട് കേട്ടോ, അവരൊക്കെ ചേച്ചിക്ക് അറിയുള്ളൂ. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞ് അടുത്ത ആളുടെ പറഞ്ഞില്ലെങ്കിൽ വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരുടെയും പേര് പറയാത്തത്. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന വഴിക്ക് തൽക്കാലം രാത്രിയിലേക്ക് കഴിക്കാനുള്ള ഫുഡ് വെറുതെ 2 പൊറോട്ടയും ഒരു ചെറിയ ഇറച്ചിക്കറി മാത്രം വാങ്ങിയിട്ട് വന്നു. കാരണം ബാക്കി വന്നു കഴിഞ്ഞാൽ ഇനി അതൊരു പ്രശ്നമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് ഡോണും ഡിവൈനും ഡിമ്പിളും കൂടിയിട്ട് 3 പേരും കൂടിയിട്ട് 3 പൊറോട്ടയും ആ ഒരു കറി. പിന്നെ ഞാൻ കട്ട്ലറ്റിലേക്ക് അടിച്ച് വെച്ചത് ബാക്കിയുണ്ടായിരുന്നു കീമ. ആ കീമ ചൂടാക്കി അതും കൂടി കഴിച്ച് ഞാനൊരു കട്ടൻ വെച്ചു. ആ കട്ടനും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് അവർ ഡാഡിയും ഒരു വശത്തേക്ക് പോയി, ഡോണും കുട്ടികളും കൂടിയിട്ട് മുകളിലേക്ക് പോയി. അത് കഴിയുമ്പോഴാണ് ശരിക്കും പാച്ചു ഡിവൈൻ്റെ കൂടെ ആഘോഷിക്കുക കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ വെച്ചാൽ ഭയങ്കര ജീവനാണ്, ഡിവൈനും അതെ. പക്ഷേ ചാക്കോച്ചൻ വന്നതിന് ശേഷം പാച്ചു എന്താ പറയുക, മനഃപൂർവ്വം നമുക്ക് കണ്ടാൽ മനസ്സിലാവും, മനഃപൂർവ്വം ഭയങ്കര മെച്ചുവേർഡായിട്ട് ചാക്കോച്ചൻ ഉള്ള സമയത്ത് ഡിവൈൻ്റെ അടുത്തേക്ക് പോവുകയില്ല. പക്ഷെ ആരുമില്ലാത്ത സമയം കണ്ടു കഴിഞ്ഞാൽ അവൻ ഓടി വന്ന് ഡിവൈനോടുള്ള പണ്ടത്തെ പോലെയുള്ള കളിയും ചിരിയും ബഹളമൊക്കെയാണ് കേട്ടോ. അപ്പോൾ സന്തോഷം കൊണ്ടൊന്ന് ഡിവൈനൊന്ന് പതുക്കൊന്ന് അടിച്ചതാണ്. അപ്പോൾ ഡിമ്പിളുടെ കയ്യിൽ നിന്ന് എന്താ പറയുക, ഇനി അടിക്കുമോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടതിനാണ്. അപ്പോൾ ഡിവൈൻ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് കരയാന്നുള്ളത്. അപ്പോൾ അങ്ങനെ കരഞ്ഞ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെന്തെങ്കിലും കാണിച്ചാൽ ഒപ്പം കാണിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ഡിവൈൻ കരയണ പോലെ കാണിക്കുമ്പോൾ അവനതുപോലെ കാണിക്കുക. പക്ഷെ കണ്ണ് പൊത്തി കരഞ്ഞ് അവന് പേടിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 1/4 മണിക്കൂർ ഇവരുടെ കളി വിളയാട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡിവൈൻ ഓരോ വേർഡ്സ് പറയുമ്പോൾ അതനുസരിച്ച് അവനും ഒപ്പം പറയും. അപ്പോൾ അത് തോമുള്ളപ്പോൾ അത് നടക്കില്ല, കാരണം തോമൂന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ ഇവനെ ഇങ്ങനെ വല്ലാണ്ട് കളിപ്പിക്കുന്ന കാണുമ്പോൾ കുട്ടികളല്ലേ, അവനത് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കണ നേരമാകുമ്പോൾ ഡിവൈൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കുറേ നേരം പാച്ചുനെയും കളിപ്പിക്കും. പിന്നെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഓരോ വിശേഷങ്ങൾ പറയുക ഇവരെല്ലാവരും കിടന്ന് കഴിയുമ്പോഴാട്ടോ. കാരണം അപ്പനും മക്കളും കൂടി ഓൾറെഡി മുകളിൽ പോയി അവർ സെറ്റായിട്ടുണ്ടാവും. തോമൂനെ ഇങ്ങനെ വന്നാൽ അപ്പ വേണം ഉറങ്ങാനായിട്ട്. അപ്പോൾ അപ്പയുടെ കൂടെ അവനും മറ്റവൻ തൊട്ടിലും കിടന്ന് കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആണ്. അപ്പോൾ ഡിവൈൻ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ടാണ് കിടന്നുറങ്ങുക. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ഈ കാണുന്നത്. ഇന്നിപ്പോൾ സംസാരിക്കുന്നേക്കാൾ കൂടുതൽ അവൻ ഡിവൈൻ്റെ കൂടെ കളിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഡിവൈന് പോകാനായിട്ട് സമ്മതിക്കണില്ല മുകളിലേക്ക്. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറേ പേര് ഡിവൈൻ്റെ വീഡിയോ എന്താ ഇതുവരെ കാണാത്തതെന്ന് ചോദിച്ചു. വേറെ ഒന്നുമല്ല, ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടികൾക്ക് അസുഖങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇവർ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുമ്പോഴേ ഒരുവിധമൊക്കെ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ആളും കൂടി വർത്താനം പറയുക, 2 ആളും കൂടി കിച്ചണിൽ കയറുക, 2 ആളും യാത്ര ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എടുക്കാനായിട്ട് തുടങ്ങും, പിന്നെ അത് വിട്ടുപോകും. അങ്ങനെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരാഴ്ച വീഡിയോ ഇടാഞ്ഞത്. എനിക്ക് തോന്നുന്നു 1-ാം തീയതിയാണ് ഇട്ടേന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി 14-ാം തീയതി അവന് ചാക്കോച്ചന് വാക്സിൻ എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവും 2 ദിവസത്തേക്ക്. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ അങ്ങനെ ഇപ്പം നാളെ ഇനിയിപ്പോൾ 2 ദിവസം അതുപോലെ കഴിഞ്ഞ 2 ദിവസം തോമൂന് നീരുവീഴ്ചയായിരുന്നു. അപ്പോൾ അതിന് മറ്റേ പ്ലേ സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പോൾ അവൻ്റെ പിന്നാലെ 2 ദിവസം നിൽക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ സാരിയുടെ ബിസിനസ് ഇവർ നാത്തൂനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. അതങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് നമ്മളുടെ ഇടയിൽ തന്നെ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ അറിഞ്ഞിട്ട് അവർ എടുക്കുക ചെയ്തിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു ഇനി അത് നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഫോണിൽ കൂടിയാണല്ലോ, നമ്മളിപ്പോൾ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ഡിവൈൻ തിരക്കാറുന്നത്. അപ്പോൾ അവർ പുതിയ സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങളെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, എന്നാലും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പം ഞാൻ 2 പേരോടും കൂടി പറഞ്ഞേക്കാം, നിങ്ങളുടെ എന്താ പറയുക എപ്പോഴും നമ്മളുടെ ഒന്നും പോലെ ആവണ്ട. ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് പുറത്തേക്ക് ഓരോന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ
ഈ കുട്ടികൾക്ക് ഉണ്ണികളുള്ള കാരണം ഒന്നും പുറത്ത് പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മാക്സിമം എൻ്റെയും ഡാഡിയുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞേക്കാം. ഡോൺ ആയാലും വലിയ കുഴപ്പമില്ല, ആൻസൺ ആയാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒട്ടും പിന്നിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സാരിയുടെ ബിസിനസ് പട്ട് സാരിയാണ് കേട്ടോ. പട്ട് സാരികൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോഫ്റ്റ് സിൽക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എപ്പോഴാണോ ഇവരൊക്കെ കാണിക്കുന്നത് അവിടുന്ന് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം കേട്ടോ. ഞാൻ പറ്റിയെങ്കിൽ എൻ്റെ ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ കയറി. അറിയാമല്ലോ നിങ്ങൾക്ക്, ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്. ആ ഗ്രൂപ്പിൽ കയറി എല്ലാവരുടെയും മെസ്സേജുകളും കാര്യങ്ങളും, കടങ്കഥ, പിന്നെ എന്തൊക്കെ വേണം, കണക്കിലെ കളികൾ, അങ്ങനെയുള്ള കുറേ ഗെയിമുകളും കുറേ പേരുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് സജീവമായിരുന്നു കേട്ടോ ഗ്രൂപ്പ്. പ്രത്യേകിച്ച് ഒരു സൺഡേ ആണല്ലോ. അപ്പം ഞാൻ ദേ വന്നിരുന്നതിന് ശേഷമാണ് എല്ലാ മെസ്സേജുകളും വായിച്ചു. കാരണം നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം വായിച്ചു. അപ്പോഴാണ് എൻ്റെ ഫോണിൽ കുറേ പേര് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കുട്ടികളുടെ കുറേ കളികളും കാര്യങ്ങളും കാണിച്ചപ്പോൾ യൂട്യൂബ് ഓൾറെഡി കമൻസ് ടേൺ ഓഫ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആർക്കും എന്നോട് നമ്പർ ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ നമ്പർ അയച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ മാക്സിമം പറ്റാവുന്നവർ ഗ്രൂപ്പിൽ എന്താ പറയുക ജോയിൻ ചെയ്യുക. അങ്ങനെ അതായത് നിങ്ങൾക്കൊക്കെ നേരം പോകാനായിട്ട്, പിന്നെ അതിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ പേര് ഓരോ സാധനങ്ങൾ കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിവൈൻ ആൻറ്റി യാത്ര പറഞ്ഞതേ പോവായി. പാച്ചുതേ കുറേ കിടന്ന് തുള്ളിയതിന് ശേഷം പോകാനായിട്ട് കുറേ കാണിച്ചെങ്കിലും പിന്നെ വാശിയൊന്നുമില്ല അവന്. പോയി കഴിഞ്ഞ് ടാറ്റ പറഞ്ഞ് ഉമ്മം കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ അമ്മയും മോനെയും ഞാൻ മുറിയിലാക്കി ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നാളെ തൊട്ട് നൊയമ്പാണ്. എന്നോട് കുറേ കുട്ടികൾ അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ കുറേ അങ്ങോട്ട് പറയാനറിയാത്ത കാരണമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. പേഴ്സണലി പ്രയേഴ്സ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.